ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലോകർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നത്. അപ്പോൾ നമുക്ക് സമയമൊന്നും വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അന്തകൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രശാന്ത്, അതുപോലെ തന്നെ സമുദ്രകനി, പ്രിയ ആനന്ദ്, സിമ്രാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ വിധത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അന്തകൻ എന്ന് പറയുന്നത് ചിത്രം. ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ആസ്ട്രോ മലേഷ്യ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ മുന്നിത് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അప్పుడు ఇప్పుడు എప్పుడు എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിഖിൽ സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ അജയ്, രുക്മിണി വസന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അప్పుడు ఇప్పుడు എప్పుడు എന്ന് പറയുന്ന ചിത്രം. ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദുൽഖർ, മീനാക്ഷി ചൗധരി, അതുപോലെ തന്നെ സൂര്യ ശ്രീനിവാസ്, അതുപോലെ തന്നെ സച്ചിൻ കേൽക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പീരിയഡ് ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറയുന്നത്. ദീപാവലിക്ക് തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് ഏകദേശം 100 കോടി മുകളിലേക്ക് കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കിരൺ അബുവർമ്മ, അതുപോലെ തന്നെ റെഡിൻ കിങ്സ്ലി, അജയ്, തൻവീർ റാം, അച്യുത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ളൊരു ഫാൻറ്റസി ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ക എന്ന് പറയുന്നത്. ദീപാവലി പ്രീമിയറായിട്ട് ഒക്ടോബർ മാസം 30 റിലീസ് ചെയ്തിട്ടുള്ള ഒരു തെലുങ്ക് മൂവിയായിരുന്നു ക എന്ന് പറയുന്നത്. അതിനുശേഷം ചിത്രം മലയാളത്തിൽ ഇപ്പോൾ തിയേറ്റർ റിലീസിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചിട്ടുള്ള തെലുങ്ക് ചിത്രം കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് സ്വന്തമാക്കിയിട്ടുള്ള ETV വിന്നാണ്. ചിത്രം ഇപ്പോൾ ETV വിന്നിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന് മലയാളം, തമിഴ്, ഹിന്ദി വെർഷൻ ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പാളയം PC എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാഹുൽ മാധവ്, കോട്ടയം രമേശ്, സന്തോഷ് കീഴാറ്റൂർ, മാല പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പാളയം PC എന്ന് പറയുന്നത്. ചിത്രം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം കാണാതെ, അതായത് വലിയൊരു കാറ്റ് വിളിച്ചൊന്നും നേടാതുമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് സൈന പ്ലേ ആണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 29 സൈന പ്ലേയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഏകദേശം നൈറ്റ് ആയിരിക്കും ചിത്രം, ഏകദേശം ഒരു 8 മണിക്കൊക്കെ ആയിരിക്കും സൈന പ്ലേയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഹെർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉർവശി, ഐശ്വര്യ രാജേഷ്, പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ, ലിജ മോൾ, അതുപോലെ തന്നെ രാജേഷ് മാധവ്, ഗുരു സോമസുന്ദരം, അതുപോലെ തന്നെ പ്രതാപ് പോത്തൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസാണ് ഹെർ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന നവംബർ മാസം 29 ആമസോൺ നമ്മുടെ മനോരമ മാക്സിലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അമരൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശിവകാർത്തികൻ, സായി പല്ലവി, രാഹുൽ ബോസ്, ഭുവൻ അറോറ, ശ്യാമപ്രസാദ്, ശ്യാം മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അമരൻ എന്ന് പറയുന്നത്. ദീപാവലിക്ക് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. കഴിഞ്ഞ ആഴ്ച, അതിന് മുന്നത്തെ ആഴ്ചയിൽ ഈ ചിത്രത്തിന്റെ ലീക്ക് റിലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന നവംബർ മാസം 29 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം പാൻ ഇന്ത്യ ഭാഷയിലെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്ലഡി ബഗ്ഗർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മൾ കവിൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച്, ഒപ്പം തന്നെ രാധാ രവി, അതുപോലെ തന്നെ റെഡ്നിൻ കിങ്സ്ലി, അതുപോലെ തന്നെ സുനിൽ സുഗത എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ബ്ലഡി ബഗ്ഗർ എന്ന് പറയുന്നത്. ദീപാവലിക്ക് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു
ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. അതുപോലെ തന്നെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സൺനെക്സ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 28-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓവർസീസിൽ ചിത്രം നമ്മുടെ സൺനെക്സ്റ്റിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്രദർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയൻ രവി, പ്രിയങ്ക മോഹൻ, ഭൂമിക ചൗള, സുബ്രഹ്മണ്യൻ നടരാജൻ, അതുപോലെ രാഹു രമേശ്, അതുപോലെ തന്നെ നമ്മുടെ ശരണ്യ പൊൻവാനം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ബ്രദർ എന്ന് പറയുന്നത്. ദീപാവലിക്ക് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബ്രദർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് C5 ആണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി C5-ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒഫീഷ്യൽ റിലീസാണ്. ലീക്കഡ് റിലീസ് 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി C5-ലൂടെ ഒഫീഷ്യൽ റിലീസിനെത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. പാരച്യൂട്ട് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കിഷോർ, അതുപോലെ തന്നെ കൃഷ്ണ, അതുപോലെ തന്നെ കാളി വെങ്കിട്ട്, VVT ഗണേഷ്, അതുപോലെ തന്നെ ബാബ ചെല്ലദുരയ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഡയറക്റ്റ് OTT റിലീസ് വെബ് സീരീസ് ആണ് പാരച്യൂട്ട് എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റഹ്മാൻ, ബിബിൻ ജോർജ്, സെന്തിൽ കൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, ആൻസൺ ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചത് നമ്മുടെ ഒമർ ലുലു സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിലെ മിക്സ്ഡ് അഭിപ്രായം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി സർപ്രൈസ് റിലീസിന് എത്തുന്നുള്ള ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹണ്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷാജി കലാൽ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി സർപ്രൈസ് റിലീസിനെത്താനും അതുപോലെ അല്ലെങ്കിൽ ചിത്രം ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഡിസംബർ 5-ാം തീയതി 6-ാം തീയതി ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂര്യ ഡബിൾ റോളിൽ എത്തിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കങ്കുവ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ബോബി ഡിയോൾ, അതുപോലെ തന്നെ കോവൈ സരള, അതുപോലെ തന്നെ നടരാജൻ സുബ്രഹ്മണ്യം, KS രവികുമാർ, അങ്ങനെ ഒട്ടനവധി താരങ്ങളെന്നുള്ള ഒരു ചിത്രമായിരുന്നു കങ്കുവ എന്ന് പറയുന്നത്. ഈ മാസം നവംബർ മാസം 11-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടപ്പട്ടലം മൂഞ്ചി പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കങ്കുവ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് റെക്കോർഡ് നോക്കി ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം സെക്കൻഡ് വീക്കോടുകൂടി ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ ജനുവരിയിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. പക്ഷേ അതിന് മുമ്പ് ചിത്രം നമ്മുടെ എന്തുസാൻ പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സോണിയ അഗ്രവാൾ, അതുപോലെ തന്നെ ഇനിയ, ശ്രീകാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു. കൊച്ചു തമിഴ് ചിത്രമാണ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-ാം തീയതി നമ്മുടെ ഹാഹാ തമിഴിലൂടെ ഡയറക്റ്റ് OTT റിലീസിനെത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. വികട കാവി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ നരേഷ് അഗസ്ത്യ, അതുപോലെ തന്നെ മേഘ ആകാശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ C5-ൽ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസാണ് വികട കാവി എന്ന് പറയുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിലെടുത്താവുന്ന ഒരു വെബ് സീരീസാണ്. ഈ ചിത്രം ഈ ഒരു വെബ് സീരീസ് തെലുങ്കിന് പുറമെ തമിഴ് ഭാഷയിലൂടെയും ചിത്രം ഈ വരുന്ന നവംബർ മാസം 28-ാം തീയതി സ്ട്രീമിംഗ് 28-ാം തീയതി അല്ല 29-ാം തീയതിയാണ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി ചിത്രം C5-ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സിക്കന്ദർ കാ മുക്കന്ദർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നീരജ് പാണ്ഡ്യ, അതുപോലെ തന്നെ തമന്ന ഭാട്ടിയ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു സിക്കന്ദർ കാ മുക്കന്ദർ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന നവംബർ മാസം
മാസം 29 നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഡയറക്റ്റ് OTT റിലീസിനെത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കനകരാജ്യം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മുരളി ഗോപി, ലിയോണ ലിയോഷി, അതുപോലെ തന്നെ ഇന്ദ്രൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ പദത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു കനകരാജ്യം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ഫസ്റ്റ് വീക്ക് ഡിസംബർ 6 അല്ലെങ്കിൽ ഡിസംബർ 5 ഈ ചിത്രം മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മദനോത്സവം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ ബാബു ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഫുൾ ഓൺ ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു മദനോത്സവം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് കുറേ കാലമായിട്ട് ആരും മേടിക്കാണ്ട് ഇപ്പോൾ ഒഫീഷ്യലി 2022 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോഴാണ് വിറ്റുപോകുന്നത്. ഈ ഒരു ചിത്രം ഈ വരുന്ന ആമസോൺ പ്രൈമിലൂടെ അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയും ചിത്രം ഉടൻ തന്നെ അതായത് ഡിസംബർ മാസം തന്നെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ മേ ബി നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസം സെക്കൻഡ് വീക്കോടുകൂടി ചിത്രം മനോരമ മാക്സിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോജു ജോർജ് അതുപോലെ തന്നെ സാഗർ സൂര്യ, ജുനൈദ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വയലൻസ് നിന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. ചിത്രം നല്ല ഒരു ഡ്രാമ സ്റ്റൈൽ ചെയ്തു വന്നിട്ടുള്ള ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു പണി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസം സെക്കൻഡ് വീക്കോടുകൂടി ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ത്രയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ അജു വർഗീസ്, സണ്ണി വെയിൻ, രാഹുൽ മാധവ്, മണിക്കുട്ടൻ അങ്ങനെ വൻ താരനിരയോടുകൂടി വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമും അതുപോലെ തന്നെ നമ്മുടെ മനോരമ മാക്സ് ആണ്, സിംപ്ലി സൗത്തും ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോടുകൂടിയിട്ട് ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോഗൈൻ വില്ല എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജ്യോതിർമയ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ വമ്പൻ നേരിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ബോഗൈൻ വില്ല എന്ന് പറയുന്നത്. തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ടൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ മാസം പകുതിയോടുകൂടി ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.